ഈ 16-ാം തീയതി മുതൽ ഫിസിക്കൽ ആരംഭിക്കുകയാണ്. ആദ്യത്തത് വുമൻ CPOയുടെ ഫിസിക്കലാണ്. അത് കഴിഞ്ഞ് നമുക്ക് CPOയുടെ വരാനുണ്ട്, SI വരാനുണ്ട്, ബീറ്റ് ഫോറസ്റ്റ് വരാനുണ്ട്, എക്സൈസ് വരാനുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫിസിക്കലിൻ്റെ ഒരു ടൈമാണ് ഇനി അങ്ങോട്ട്. അപ്പം 16-ാം തീയതി ഫിസിക്കലിന് പങ്കെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മറ്റൊന്നുമല്ല, നമുക്ക് ഇപ്പോൾ 16-നാണ് ഫിസിക്കൽ എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു 2-3 ദിവസം നമുക്ക് ബോഡിക്ക് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ബലം നമുക്ക് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ കിട്ടും. നമ്മളെപ്പോഴും നമ്മുടെ റെസ്റ്റിൽ നിന്ന് ചെയ്യുമ്പോഴാണ്, അതായത് നമ്മളിപ്പോൾ ഒരാഴ്ചത്തോളം കണ്ടിന്യൂസ് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും ചെയ്യുമ്പോഴാണ് നമ്മുടെ എപ്പോഴത്തെയും ബെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലിനോട് അടുക്കുമ്പോൾ നമ്മൾ ചാടിക്കയറി അതും ഇതുമൊക്കെ ചെയ്ത് നമ്മുടെ കാലിനും കൈക്കും ഒക്കെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഫിസിക്കലിന് ഒരു 2-3 ദിവസം നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോഴും നിങ്ങൾ ജസ്റ്റ് സ്ട്രെച്ചിങ്ങും ജസ്റ്റ് ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്ത് നിന്നാൽ മാത്രം മതി. നമ്മുടെ ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി നിർത്തിയാൽ മാത്രം മതി. കൂടുതൽ ആക്ടിവിറ്റീസിലോട്ട് പോകാതിരിക്കുക. പൊതുവെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തെറ്റെന്ന് പറയുന്നത്, ഗ്രൗണ്ട് കണ്ടാൽ ഉടനെ നേരെ ഇറങ്ങി അങ്ങോട്ട് ഹൈ ജമ്പ്, ലോങ് ജമ്പ് അല്ലെങ്കിൽ 100 മീറ്ററിന്റെ പ്രാക്ടീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാര്യം അത് പലർക്കും അറിയില്ല. നമ്മുടെ ശരീരം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാതെ, ബോഡി വാം ആകാതെ, അതായത് നമ്മുടെ ബോഡി ഹീറ്റ് ആകാതെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇവൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഇഞ്ചുറീസ് അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല. പ്രധാനമായിട്ട് നമ്മുടെ മസിൽ പിടിക്കുക, ഈ തുട മസിലെ കാര്യങ്ങളെ, കാലിലുള്ള മസിലും കാര്യങ്ങളെയൊക്കെ കയറി പിടിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറണമെങ്കിൽ തന്നെ ഒരാഴ്ചയെങ്കിലും എടുക്കും. നമ്മളെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക, വാമപ്പ് ചെയ്യുക, ഇതിന് ശേഷം മാത്രം ഗ്രൗണ്ടിൽ ഇറങ്ങുക. എനിക്കറിയാവുന്ന പലരും ഇപ്പോൾ പരിക്കാട്ടിരിപ്പുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ചുമ്മാ കാണും, ഗ്രൗണ്ട് കാണും, നേരെ ഇറങ്ങും, ചാടും. ലോങ് ജമ്പൊക്കെ 5-10 തവണ അങ്ങ് ചാടിയേക്കുക. നേരെ ചുമനി ഒന്നും സ്ട്രെച്ച് ചെയ്തിട്ടില്ല, ബോഡി ഒന്നും വാമായിട്ടില്ല, വാമാകാതെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ ഉറക്കമില്ലായ്മ. തലേദിവസം നല്ല രീതിയിൽ ഉറക്കമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള ഇഞ്ചുറീസ്, മസിലിനൊക്കെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുടിക്കാതിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിച്ചിരിക്കണം എന്ന് പറഞ്ഞ് 2 ലിറ്റർ കുപ്പി എടുത്തിട്ട് ഒറ്റയടിക്ക് കുടിച്ചു തീർക്കുകയല്ല. വളരെ കുറച്ച് വെള്ളം കുടിച്ച്, അതായത് നമ്മൾ ഓരോ കവിള് വെള്ളം കുടിച്ച് ആ രീതിയിലേ കുടിക്കാവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇടവിട്ട് കുറച്ച് വെള്ളം കുടിക്കുക. ആ രീതിയിൽ വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഈ മസിലും കാര്യങ്ങളും ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ 100 മീറ്ററൊക്കെ ഓടുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മസിൽ കയറി പിടിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഓട്ടം നല്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അത്ര പെട്ടെന്ന് അത് മാറത്തുമില്ല. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ നമുക്ക് തലേദിവസത്തെ ഉറക്കം കണക്കാണ്. ഫിസിക്കലിൻ്റെ തലേദിവസം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പലരും ഉറങ്ങാറില്ല. കാര്യം നമ്മുടെ മനസ്സിൽ മൊത്തം ആ ചിന്താഗതിയായിരിക്കും. അപ്പോൾ അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഉറങ്ങുക, ബോഡിക്ക് നല്ല റെസ്റ്റ് കൊടുക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഫിസിക്കലിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 5 മണി 6 മണി സമയത്താണ് നമ്മൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്നത്. ആ ഒരു സമയത്തെ സാഹചര്യം അറിയാം. ഇപ്പോൾ നല്ല തണുപ്പൊക്കെയാണ്. എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒന്ന് വാമാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം നല്ല രീതിയിൽ വാമപ്പ് ആയതിനു ശേഷം മാത്രം നമ്മുടെ ഇവൻറ്റുകൾക്ക് ഇറങ്ങുക. വാമപ്പ് ആയതിനു ശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ അതിനുള്ളിൽ ചെയ്തോണം. നമ്മുടെ സൗകര്യത്തിനോട് ആരും നിൽക്കത്തില്ല. നമ്മൾ ആ ഉള്ള സമയത്ത് നമ്മുടെ ശരീരം മാക്സിമം വാമപ്പ് ആയിക്കോണം. കാര്യം എങ്കിൽ മാത്രമേ നമ്മുടെ മാക്സിമം പെർഫോമൻസ് നമുക്ക് അവിടെ ലഭിക്കുകയുള്ളൂ. ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. നമ്മളും തുടക്കത്തിൽ നമുക്കറിയില്ല. അപ്പോൾ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. നമ്മളും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തുകൂടെ. പക്ഷേ പല അനുഭവങ്ങളാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. 100 മീറ്ററൊക്കെ ഒരു വാമപ്പും സ്ട്രെച്ചിങ്ങും ചെയ്യാതെ ഓടിയിട്ട് നമ്മൾ ആഴ്ചകളോളം റെസ്റ്റ് എടുത്തിട്ടുണ്ട്. തുടക്കൊക്കെ അതായത് നമ്മുടെ ഈ തൈ മസിലിനൊക്കെ മസിൽ കയറി പിടിച്ചിട്ട് ആഴ്ചകളോളം ഇരുന്നിട്ടുണ്ട്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം ഫിസിക്കലിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് സിന്തറ്റിക് ട്രാക്ക് കിട്ടിയേക്കുന്നവർ ആ ട്രാക്ക് ഒന്ന് പോയി കാണണം. കാര്യം നമ്മുടെ നോർമൽ സ്പൈക്സിൻ്റെ നെയിൽ അവിടെ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് നമുക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ട് തോന്നും. അപ്പം ഈ സിന്തറ്റിക് ട്രാക്കിൽ ഉപയോഗിക്കുന്ന നെയിലുണ്ട്, വളരെ ചെറുതാണ്. അത് ഉപയോഗിച്ച് ഓടാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു സിന്തറ്റിക് ട്രാക്കിലാണെങ്കിൽ നമ്മൾ ഷൂ ഇട്ടാലും നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടുന്ന ഒരു സംഭവമാണ്. എന്നിരുന്നാലും നമ്മൾ സ്പൈക്സ് ഇട്ട് മാത്രമേ ഓടാവുള്ളൂ. നമുക്ക് 1 സെക്കൻഡിൻ്റെ ആനുകൂല്യം എങ്ങനെയായാലും സ്പൈക്സ് കൊണ്ട് ലഭിക്കുന്നതാണ്. അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ്. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും സ്പൈക്സ് ഇട്ട് മാത്രമേ 100 മീറ്റർ ഓടാവുള്ളൂ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ എത്ര മോശം അവസ്ഥയായാലും നമ്മൾ അതിനെ തരണം ചെയ്യും എന്ന മെൻറ്റാലിറ്റിയിൽ വേണം ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകാൻ വേണ്ടി. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഗ്രൗണ്ട് മോശമാണ് ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വെക്കരുത്. അപ്പോൾ എന്തിരുന്നാലും നമ്മളിത് ഫിസിക്കൽ അടിച്ചെടുക്കും എന്നുള്ള ചിന്താഗതിയിൽ വേണം എല്ലാവരും പോകാൻ വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ റെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റിന് ഒരു 2-3 ദിവസം മുമ്പ് റെസ്റ്റ് എടുക്കണം. അതായത് ഒരു ഐറ്റവും കിട്ടാത്തൊരു വ്യക്തിയോട് ഞാൻ ഇങ്ങനെ പറയില്ല. നമ്മൾ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ സെറ്റായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവസാന നിമിഷം ഓരോന്ന് ചെയ്ത് ഇഞ്ചുറി വരുത്തരുത്. ഒരു 2-3 ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം ഫിസിക്കലിന് പോവുക. അത് നമുക്ക് അതിൻ്റെ പ്രയോജനം നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐറ്റം 100 മീറ്റർ ആണ്. അതിൻ്റെ കാര്യം മാത്രം ഞാൻ പറയാം. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ ഇവന്റ് തീരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നമ്മുടെ മാക്സിമം എഫേർട്ടും 100 മീറ്ററിൽ എടുത്തിരിക്കണം. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് 100 മീറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഓടണം. നല്ല രീതിയിൽ വാമപ്പ് ആയിട്ട് വേണം നമ്മൾ 100 മീറ്റർ ഓടാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമുക്ക് 16 മുതൽ WCPയുടെ ഫിസിക്കൽ തുടങ്ങുന്നുണ്ട്. അതിനുശേഷം മറ്റ് തസ്തികയുടെയും ഫിസിക്കൽ ആരംഭിക്കുന്നതാണ്. എല്ലാവരും കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതുപോലെ നമുക്ക് നല്ല ഉറക്കം, നല്ല റെസ്റ്റ് വേണം. നേരത്തെ ഒരു 9 മണി 10 മണി ആകുമ്പോൾ കിടന്ന് ഉറങ്ങുക. ബോഡിക്ക് റെസ്റ്റ് വേണം. നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ബോഡിക്ക് റെസ്റ്റും വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തുടർന്നും PSC യുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.